ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ പഴയ വീടില്ലേ, അതിരുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ റെഡി ആവണ കണ്ടപ്പം മുതൽ ആളെൻ്റെ കൂടെയാണേ. വിളിച്ചാലും വരത്തില്ല. അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കണത്. അത് കാരണം അവൾ ഒരു ഒരു കാര്യത്തിന് എന്നെ സമ്മതിക്കണില്ലാന്നേ. ഇരിക്കണ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് എനിക്ക് പപ്പ ചായക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് പോണ വഴിക്ക് ഇറച്ചി കഷ്ണം കൊണ്ട് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോണേ കുഞ്ഞുണ്ട് പെണ്ണത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മഴ നനഞ്ഞു. അത് കാരണം കേട്ടോ തലമുടി കഴിച്ചിട്ടേക്കണം. നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്, മുഴുവൻ നനഞ്ഞിരിക്കുക. എൻ്റെ പുറകിൽ കണ്ടത് മുഴുവൻ കൊക്കോക്കായാണ് കേട്ടോ. കണ്ടോ? ഇനി ഈ കൊക്കോക്ക ആരും കണ്ടിട്ടില്ല എന്ന് പറയണ്ട. ഇതാണ് കൊക്കോക്ക. അപ്പം ഞാൻ ചുമ്മാ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് വന്നതാണ്. പുറകിൽ കാണുന്ന മുഴുവനും കൊക്കമരമാണ്. ഇപ്പം ഞാനീ നടന്നുകൊണ്ടിരിക്കുന്നത് ആന പൊക്കോണ്ടിരിക്കുന്ന വഴിക്കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇന്നലെ നടന്നു വെക്കുന്ന പാടാണ് കേട്ടോ ഇത്. പുല്ലിൻ്റെ ആ ഒരു ചായ്വ് കണ്ടോ? ഇതാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആനയുടെ കാൽപ്പാട് കണ്ടോ? നോക്ക്, ഒരു കൊക്കോമര അങ്ങനെ തന്നെ ചാച്ചിട്ടേക്കുക. ഇതാണ് ഇവിടുത്തെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് നോക്കിക്കേ, ഇതൊരു കാലാണ് കണ്ടോ? ഇവിടെ വന്ന് ഇതൊക്കെ ചവിട്ടി പൊളിച്ച് കഴിഞ്ഞിട്ട് കടന്നങ്ങോട്ട് പോയേക്കാം. ഇപ്പം പൊക്കമുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒന്നും ഇങ്ങനത്തെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആനയുടെ പരിപാടിയാണ്. ഇത് ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് മഴയായിരുന്നു, അന്നേരം വന്നു കഴിഞ്ഞിട്ട് പൊളിച്ചിട്ടിട്ട് പോണെയാണിത്. ഇതിലിങ്ങനെ കാല് വെച്ച് കടന്നു കഴിഞ്ഞിട്ട് അവരിതാ അപ്പോൾ അത് പറമ്പിലേക്കൊക്കെ കടന്നു പോകും. വേണ്ടോ? ആനയുടെ വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ആനയുടെ ശല്യമായിരുന്നേ. കണ്ടോ? എൻ്റെ പുറകിലേക്ക് നോക്കൂ. ഈ ആന എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്സവത്തിനും പൂരത്തിനും ഒക്കെ കൊണ്ടുനടന്ന് കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് ഇവറ്റകൾ വന്നാണ്ടല്ലോ ഭയങ്കര പാടാന്നേ. നമുക്ക് പേടിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുപോലത്തെ കാടല്ലാട്ടിതൊന്നും, ഇതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. ഇവിടെ നമ്മളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പശുവിനെ തീറ്റിക്കാനും പിന്നെ പുല്ല് വെട്ടാനും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും കാടൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം തന്നെ ഇതുപോലെ ഇങ്ങനെ ആനയൊക്കെ വന്ന് ആകെ പ്രശ്നമായിരുന്നു. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ന്യൂസിലെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ചേട്ടൻ കുറേ വാഴ വെച്ചിട്ടുണ്ടായി. കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഏറ്റവും സ്ഥാനം അത് വെട്ടിക്കളഞ്ഞു ഈ ആനയുടെ ഈ പ്രശ്നം കാരണം ഫെൻസിങ്ങൊക്കെ ഇവിടെ ഇങ്ങനെ ചവിട്ടി പൊളിച്ചിട്ടേക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേനെ നമുക്ക് കാണാൻ നല്ല രസമാണ്, കണ്ട് ആസ്വദിക്കാം, നല്ല ആനച്ചന്തെന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ജീവിക്കുന്നിടത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഇത് കണ്ടോ? ഇതൊന്നും വഴിയല്ല, ഇത് മനുഷ്യന്മാർ നടക്കുന്ന വഴിയല്ല, ഇത് ആന നടക്കുന്ന വഴിയാണ്. നോക്ക്, കാണുമ്പോൾ വിചാരിക്കും ആരോ വഴി തെളിച്ചേക്കണേന്ന് വിചാരിക്കും. ഇത് കണ്ടോ? ഇതൊക്കെ ആന ഉണ്ടാക്കിയേക്കണ വഴി അവർ മൂട്ടി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ? ആന ഇതിലേ വരും, എന്നിട്ട് ഇതിലേ ചാടും. അപ്പോഴത്തേക്കും അതെ പൊളിച്ചിട്ടേക്ക് കാണാം. നോക്കാം. അപ്പം ഞാൻ പെൻസിങ്ങിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. രണ്ടുപേരും ആനയുടെ കാൽപ്പാടാണ്. നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതൊരു ആനയുടെ അതെ, ആന ചവിട്ടിയിട്ട് വെള്ളം തെളിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ? രാവിലെ എന്തോ പോയ പാടാണിത്. നോക്കൂ. ഇത് കണ്ടോ? ഫെൻസിങ് പൊട്ടിച്ചിട്ടേക്കുന്നേ. ഫെൻസിങ് ഇങ്ങനെയാണ് ഇരിക്കണ്ടേ, പക്ഷേ നോക്കൂ, ആന പൊട്ടിച്ചൊളിഞ്ഞേക്കുന്നതാണ്. ഇവിടെയൊന്നും ഇതില്ല.
അതിൻ്റെ വള്ളിയാണ് ഇതാ കിടക്കുന്നത്, കണ്ടോ. അപ്പം ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കണത് ഒരു വാഴത്തോട്ടത്തിലേക്കാണ് കേട്ടോ. ആനയുടെ ശല്യം കാരണം അവർ കൊലച്ച് നിന്ന വാഴ മുഴുവനും വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ആനയുടെ ശല്യം അത്രത്തോളം ഉണ്ട്. ഇവർ ഫെൻസിങ് ഇട്ട് നോക്കി, വലിയ വലിയ കുഴിയെടുത്ത് നോക്കി, ഈ ആനേനെ കൊണ്ടൊരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിയ സാധനങ്ങൾക്ക്. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇതാ അങ്ങോട്ട് നോക്കൂ. ഇതൊക്കെ ആന കളഞ്ഞേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അവർ വെട്ടിയും കളഞ്ഞിട്ടുണ്ട്. ആനയുടെ കാൽപ്പാട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഇവിടെ വന്ന് നശിപ്പിച്ചേക്കണേ. നോക്ക്, അങ്ങേയറ്റം വരെ ഈ ആന നശിപ്പിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ പിണ്ടി തിന്നാൻ വേണ്ടി വരണതാണ് കേട്ടോ. ഇത് ആനയുടെ കാര്യം നമ്മുടെ കാര്യം ഞാൻ താരതമ്യം ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ. അപ്പം ഇത് ആന വന്ന് കഴിഞ്ഞിട്ട് തിന്നിട്ട് പോയേക്കണത്. ഇത് കൊലച്ച് കിടക്കുന്ന വാഴകളാണ്. ഇത് കണ്ടോ, ഇത് കൊല, ഇത് ആന വന്ന് തിന്നേക്കാണ്, കണ്ടോ. അതിൻ്റെ പിണ്ടി തിന്നാനായിട്ട് നല്ല രസമല്ലേ ആനകൾക്ക് അറിയണ്ടല്ലോ ഇത് ആൾക്കാർ ഉണ്ടാക്കി വെച്ചേക്കണെയാണോ അല്ലയോ എന്നൊന്നും. അത് കാരണം ആ ചേട്ടൻ കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഈ ആനയുടെ ശല്യം കാരണം ഇപ്പം ഭായിമാരെ പണിക്ക് നിർത്തി ഇത് മുഴുവനും വെട്ടിക്കളയലാണ് പരിപാടി. കാരണം ഇവർക്ക് ഇവരുടെ പറമ്പ് രക്ഷിക്കണ്ടേ, കൊക്കോടെ കൃഷിയുണ്ട്, ഇതൊന്നും കളയാണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു തേങ്ങാമ കഴിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങളെ. ഇത് കുറച്ച് സ്ഥലമൊന്നും അല്ല കേട്ടോ, ഇത് ഒരുപാടുണ്ട്. ഒരു ഇത്ര ആക്കിയെടുത്തേക്കുന്ന ഒരാൾക്ക് ഇത് വെട്ടിക്കളയണമെന്നുണ്ടെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഞാനൊരു കൊല നിങ്ങളെ കാണിച്ചു തരാം. കൊലച്ച് നിന്ന വാഴകളാണ് ഈ ചേട്ടൻ വെട്ടിക്കളയണത്. അപ്പോൾ എന്തോരമുള്ള കൊലയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഒരു കേടുമില്ലാത്ത ഇത്രയും എൻ്റെ പകുതിയുള്ളൊരു കൊല. ഇത്രയും വലിയ കൊലയൊക്കെ വെട്ടിക്കളയണമെങ്കിൽ ആനയുടെ ശല്യം എന്തോരുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വലിയ വലിയ കിടങ്ങുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. എന്നിട്ടും ആനേനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അത് കാരണം അതെന്നാ വലിയ സാധന. ഇവിടെയൊക്കെ അതെ കൊലകളാണ്, ഉണ്ടോ. ഓക്കെ, കണ്ടോ. ഒന്നും രണ്ടും ഒന്നും അല്ല, ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകളാണ് ഒരു കർഷകൻ ഇങ്ങനെ കളയേണ്ടി വരണത്. അങ്ങോട്ടേക്ക് പോകാൻ ഉണ്ടോ. ഇത് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഈ സ്ഥലം മുഴുവനും ആനേനെ പേടിച്ച് ഈ ഒരു ചേട്ടന് ഇത് മുഴുവൻ വെട്ടിക്കളയേണ്ട വന്നു കേട്ടോ. കണ്ടോ, എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇങ്ങനെയൊരു വീഡിയോ എടുക്കേണ്ട വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ വേദനയാണ് ഈ കാണുന്നത് മുഴുവനും.
എനിക്ക് ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം ഇതിനു മുമ്പ് 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, 1 വർഷം മേലെയായി, ഞാനൊരു കൂണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം കുറച്ച് കൂണ് പറിച്ചിട്ട് ഞാൻ ബായിമാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബായി ചേട്ടന്മാർക്ക് ഞാൻ കൊടുക്കുമ്പോൾ അവരിവിടെ ഈ സ്ഥലം നന്നാക്കിക്കൊണ്ടിരിക്കുക. എത്ര വർഷം മുമ്പ് മുതൽ ഇവർ വളവും സാധനങ്ങളും ഇട്ട് ഇവിടെ വൃത്തിയാക്കിയതാണെന്ന് എനിക്കറിയാം. അപ്പം എനിക്കിത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. നോക്ക്, ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കണ ഒരു കുഞ്ഞു ചെടിയാണ്, ഒരു കറിവേപ്പാണെങ്കിൽ തന്നെ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. പിന്നെ ഏറ്റവും അവസാനം അത് നമുക്ക് തന്നെ പറിച്ചിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ ഏത് അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് നിങ്ങൾ പറയാം കേട്ടോ. ഈ ചേട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യണേ? അപ്പോൾ ഈ ചേട്ടൻ്റെ നിസ്സഹായസ്ഥ കാരണം ഈ ചേട്ടൻ ഇത് വെട്ടിക്കളയേണ്ട വന്നു. നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് നഷ്ടങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് കൂടി കയറി പോകുന്നു കേട്ടോ. കാരണം ഒത്തിരി നേരം എനിക്കവിടെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. പേടിയുണ്ട്, പന്നി വരുമോ ആന വരുമോ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, എന്തായിരിക്കും എന്ന്. അതുപോലെ ശല്യമാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോകുന്നു. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ പുല്ല് വെട്ടാൻ വന്നതാണ് കേട്ടോ. അത് കണ്ടോ അപ്പനും അമ്മയും നിൽക്കണത്. ഒരു മാച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്നേക്കണേ. അയ്യോ എൻ്റെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഇടതും വലുതുമാണെന്നാണ് അവർ പറയണത്. ഞാൻ തിരിക്കാം. എന്നാമേ? ഓ, ഇവർക്ക് ഒരു ഗ്ലൗസ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇടത് കയ്യും ആണ്, ഒരാൾ വലത് കയ്യും ആണ്. അപ്പം ലാഭ ഒരെണ്ണം കൊണ്ട് ഇവർ ഒപ്പിക്കും. ഇവിടെയൊക്കെ നമ്മുടെ പശുക്കളിൽ നിന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ആ കണ്ടോ, മമ്മി ഇടത് കൈയാണ്, അപ്പം വലത് കൈയാണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളുക. നിങ്ങളുടെ ചുറ്റും മുഴുവനും തുമ്പിയാ. അപ്പം ഞാനീ നിൽക്കുന്നത് ഒരു കൊടുങ്കാട്ടിലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കണ്ടോ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടല്ലാന്ന് ആരെങ്കിലും പറയുമോ? പക്ഷേ ഇതൊക്കെ നമ്മുടെ പശുക്കൾ തിന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊരു റബ്ബർ തോട്ടമാണ്. ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ആന വരുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ പശുക്കളില്ലല്ലോ, പുല്ലൊക്കെ കയറി ആകെ നാശമായിട്ട് കിടക്കണേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് കാടായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിലിപ്പോൾ മനുഷ്യന്മാർ നടക്കാറില്ല, ആനേനെയും പന്നീനെയും പാമ്പിനെയും പേടിച്ചിട്ട്. അങ്ങനെ കോട്ടപ്പടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനയുടെ കാടായിക്കൊണ്ടിരിക്കുകയാണ്, ആനക്കാട്. ഇതിനു മുമ്പൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, അതാ അവിടെ ഇങ്ങനെ കൂണുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്നൊക്കെ ഞാൻ കൂണ് പറിച്ചിട്ടുണ്ട്. അന്നേരം അവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും പൊക്കത്തിന് കാടായി. ഹലോ, നമ്മുടെ സാജിച്ചേട്ടൻ. ആരാ ഇതിൽ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ കാട്ടിക്കൂടെ നടക്കാനായിട്ട് വേറെ ആരാ വന്നേ? എന്തോ കിട്ടിയില്ലേ? അവിടെ നിന്ന് പുല്ലോട്ടുണ്ട്. ഇവിടെയോ? എന്നിട്ട് പിന്നെ കിട്ടിത്തണത് അടിപൊളി. ഒരു 10 വാഴ. ആ ഞാനിപ്പം വാഴ ചേച്ചിട്ട് വീഡിയോ എടുക്കുക.
അപ്പം പിന്നെ അപ്പം അമ്മ അവിടെ പുല്ല് വെട്ടുന്നുണ്ട്. ഇവിടെ മുഴുവനും കാടായില്ലോ. പോന്നാണ് കൂണൊന്നും കിട്ടിയില്ല ഏട്ടാ. ഇതൊന്നും നമുക്ക് ആ കഞ്ഞി എന്തൊരു തോന്നാതെ. ആ കഴിഞ്ഞാലും ദൂരമായിരുന്നു. ആന ഇവിടെ വന്ന് എന്താ മിനിഞ്ഞാന്ന് പോയപ്പോഴാ രണ്ടായപ്പോൾ വന്ന് ഇതാ അറിയുന്നത്. അന്ന് മഴയില്ലെന്നോ ആ ആന ഈറ്റ കൊണ്ട് ഓടിച്ച് ഇട്ടെന്ന് ഈറ്റ പൊട്ടണേ. അങ്ങനെ ഞാൻ അറിഞ്ഞു. അത് നേരെ അങ്ങ് പോയി ചാടിൻ്റെ വാഴ കമ്പിളിച്ച്. ആ ഞാൻ കണ്ടു. ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നു അവിടെ. മഴ പെയ്യാൻ പോകുന്നു തോന്നുന്നു. അപ്പം കൊക്കക്കായൊക്കെ പറിച്ച് ഇങ്ങനെ നടക്കാണ്. അപ്പനും അമ്മയും പോകാൻ തോന്നുക.